2025 വർഷത്തേക്ക് കർണാടക സംസ്ഥാനത്തിലേക്ക് നഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. +1 +2 സയൻസ് പഠിക്കുന്ന ഒട്ടുമിക്ക കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ഡ്രീം ജോബാണ് ഒരു നല്ല നേഴ്സ് ആവുക എന്നത്. കേരളത്തിലാകെ 9557 സീറ്റുകൾ മാത്രം 157 കോളേജുകളിലായിട്ടാണ് 2024 കണക്ക് പ്രകാരം ഉള്ളത്. മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിലെ നഴ്സിംഗ് സീറ്റുകളുടെ പരിമിതികളും LBS അല്ലെങ്കിൽ PNC മാർക്ക് മുഖാന്തരമുള്ള നഴ്സിംഗ് പ്രവേശനവും പ്രൈവറ്റ് കോളേജുകളിലേക്കുള്ള അമിതമായ ഡൊണേഷനുമൊക്കെയാണ് +2 ബയോളജി സയൻസ് കഴിഞ്ഞ് BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ കർണാടകയിലെ ബാംഗ്ലൂർ മംഗലാപുരം ചൂസ് ചെയ്ത് പഠിക്കാൻ കാരണം. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. കേരളത്തിലെ ഈ 9557 സീറ്റുകൾക്ക് വേണ്ടി LBS ആപ്ലിക്കേഷൻ 2024 മാത്രം കൊടുത്തത് 1 ലക്ഷത്തിലേറെ കുട്ടികളാണ്. അതുകൊണ്ട് കേരളത്തിലെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായ കർണാടകയിൽ നഴ്സിംഗ് കോളേജുകളിലേക്ക് മലയാളി സ്റ്റുഡൻസിന്റെ ഒഴുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൂടി വരിക എന്നുള്ളതിൽ സംശയമില്ല. കർണാടകയിലെ ബാംഗ്ലൂർ, മംഗലാപുരം, മൈസൂരിലേക്കുള്ള ഒട്ടുമിക്ക കോളേജുകളിലും ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ആണ് നഴ്സിംഗ് പഠിച്ചു വരുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിലെ റൂൾ പ്രകാരം ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളും പൊതുവായുള്ള ഒരു എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏത് സ്റ്റേറ്റിലേക്കും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് സെലക്ഷൻ കൊടുക്കാവൂ. സോ 2023 കർണാടകയിലെ നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായി കർണാടക എക്സാമിനേഷൻ അതോറിറ്റി അഥവാ KEA, KCT അഥവാ കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നതിൽ നഴ്സിംഗ് ഉൾപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കർണാടക സ്റ്റേറ്റിലേക്കുള്ള നഴ്സിംഗ് പഠനത്തിനായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് KCT എൻട്രൻസിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ വിശദീകരണമാണ്. കർണാടകയിലെ സെൽഫ് ഫിനാൻസ് അഥവാ പ്രൈവറ്റ് കോളേജുകളിലേക്ക് മെറിറ്റ് സീറ്റുകളിലേക്കും മാനേജ്മെന്റ് സീറ്റുകളിലേക്കും നമ്മളിനി നഴ്സിംഗ് സീറ്റ് കിട്ടണമെങ്കിൽ KCT നിർബന്ധമായും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. 2500 രൂപയായിരുന്നു 2024 KCT ആപ്ലിക്കേഷൻ ഫീസായി വന്നിരുന്നത്. KCT അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/2/2025 ആണ്. അതായത് നിലവിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റും. ശേഷം ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ ഏപ്രിൽ 1st വീക്കിനുള്ളിൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാനും കഴിയും. അതേപോലെ തന്നെ KCT എൻട്രൻസിന്റെ അഡ്മിറ്റ് കാർഡ് ഏപ്രിൽ 1st വീക്കിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി KCT എക്സാം എഴുതാനുള്ള സബ്ജക്റ്റുകളെ കുറിച്ചും എഴുതേണ്ട ഡേറ്റിനെയും കട്ട് ഓഫിനെയും എക്സാം ടൈമിനെ കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ സബ്ജക്റ്റുകളാണ് CET കർണാടക നഴ്സിംഗ് എക്സാമിന്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഏപ്രിൽ 16, 17 നടക്കുന്ന ഈ എക്സാമിന് 16/4/2025 ബുധനാഴ്ച മോർണിംഗ് സെക്ഷനിൽ 9 മണിക്ക് ഫിസിക്സും 16/4/2025 അതേ സമയം ആഫ്റ്റർനൂൺ അതേ ദിവസം ആഫ്റ്റർനൂൺ സെക്ഷനിൽ 2 മണിക്ക് കെമിസ്ട്രിയുമാണ് എക്സാമായി വരിക. ഇനി തൊട്ടടുത്ത ദിവസം 17/4/2025 വ്യാഴാഴ്ച മോർണിംഗ് സെക്ഷനിൽ മാത്സും അതേ ദിവസം ഉച്ചയ്ക്ക് ബയോളജിയുമായിരിക്കും എൻട്രൻസിൽ വരിക. ഇനി പറയാനുള്ളത് ബാംഗ്ലൂർ, മംഗലാപുരം, മൈസൂർ, കർണാടക ഭാഗത്തേക്ക് നഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് കോളേജ് സെലക്ഷൻ. കേരളത്തിനേക്കാൾ 4 ഇരട്ടിയിലേറെ സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി കോളേജുകളിലാണ് കർണാടകയിൽ നഴ്സിംഗ് ഉള്ളത്. നല്ല ഫെസിലിറ്റീസും ഫാക്കൽറ്റീസും ഓൺ ഹോസ്പിറ്റൽ പ്രാക്ടിക്കൽ സപ്പോർട്ടും അംഗീകാരവുമുള്ള കോളേജുകൾ തന്നെ മാക്സിമം എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. KCT എൻട്രൻസ് എക്സാമിന്റെ സംശയങ്ങൾക്കും കർണാടകയിലെ നല്ല കോളേജുകളിലേക്കുള്ള നഴ്സിംഗ് അഡ്മിഷനും തീർച്ചയായിട്ടും 8072918097 എന്നെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. സംശയങ്ങൾക്കാണെങ്കിലും 8072918097 എന്നെ വാട്സ്ആപ്പ് നമ്പറിലേക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പുതിയ വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. ബൈ.